പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജൈനീസ് പ്രേക്ഷകർക്ക് ഇന്ന് ഒരു പുതിയ സംഗതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഉൽപ്പത്തി ഗ്രന്ഥം 1:2 ദൈവം നമ്മളോട് ഇങ്ങനെ പറയുന്നു: വെള്ളത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ വേർഡ് ഓഫ് ഗോഡാണ്, ദൈവവചനമാണിത്. 104 സങ്കീർത്തകൻ 3-ാം വചനത്തിൽ അതൊന്നും കൂടി എടുത്തു പറയുന്നുണ്ട്. അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാനുകൾ അങ്ങ് ജലത്തിലാണല്ലോ സ്ഥാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെയാണ് അത് വിവരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിപ്രവർത്തനം? അത്തരത്തിലുള്ള സംഗതികൾ ഈ ജലത്തിൻ്റെ മേലെയുള്ള ചൈതന്യത്തെയും ഒപ്പം തന്നെ ആ ജലം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ആ വിധാനത്തെയും കുറിച്ചാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുക. ഇന്ന് ലോകം അംഗീകരിച്ചു വരുന്ന ഒരു സംഗതിയാണ്, അതായത് ജലം ഒരു വലിയ ഔഷധമാണത്രേ. ജലം എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷെ സത്യത്തിൽ ജലത്തിൻ്റെ മേലെ പറന്നു കിടക്കുന്ന ആ ദൈവ ചൈതന്യത്തെക്കുറിച്ചാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം നാം എല്ലാവരും, എല്ലാ ജീവികളും, എല്ലാ ജീവജാലങ്ങളും ജലമില്ലാതെ ജീവിക്കുക അസാധ്യം. ജലം ഏകദേശം അല്ലെങ്കിൽ ഇടവിട്ട് നമ്മൾ ജലം സ്വീകരിക്കുകയാണ്, നമ്മൾ കുടിക്കുകയാണ്. എന്തുകൊണ്ട്? ജീവൻ നിലനിർത്തുവാൻ. കാരണം ജലത്തിൽ ആണ് ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ചൈതന്യത്തെയാണ് ജലത്തിലൂടെ നമ്മൾ നമ്മുടെ ശരീരം സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. അത് വലിയൊരു രഹസ്യമാണ്. നമ്മളെല്ലാവരും വിചാരിക്കും കുറച്ച് ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരുന്നത്. അല്ല, ഈ ജലത്തിൻ്റെ മേലുള്ള ജീവൻ്റെ ചൈതന്യമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൻ്റെ മുഖ്യ ഘടകം. ഹല്ലേലൂയ. വീണ്ടും ഈ ജലത്തെക്കുറിച്ച് വീണ്ടും പറയുകയാണെങ്കിൽ മറ്റൊരു സംഗതിയും കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ഉദാഹരണമായി 1:6 ഉൽപ്പത്തിയിൽ ദൈവം വെള്ളത്തെ രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ആകാശം സൃഷ്ടിക്കാനാണ് എടുത്തത്. അങ്ങനെ ഒരു പുതിയ ആകാശം ദൈവം സൃഷ്ടിച്ചു. നമുക്കൊരു ശൂന്യാകാശമുണ്ട്, എന്നാൽ ഭൂമിക്ക് മാത്രമായി ദൈവം ജലം കൊണ്ട് ഒരു വിധാനം ഉണ്ടാക്കി. ആ വിധാനമാണ് ഇന്ന് നമ്മുടെ ജീവൻ സംരക്ഷിച്ചു പോരുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മേഖല. ഉദാഹരണത്തിനായി നമ്മുടെ ഭൂമിയുടെ ഊഷ്മാവ് തന്നെ എടുത്താൽ, നമ്മൾ ജീവിക്കുന്ന പ്രതലം നമ്മൾ പറയും ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ആ പ്രതലം ഒരു അളവിൽ ദൈവം ആ ട്രോപ്പോസ്ഫിയറിലുള്ള ഓക്സിജനും ഹൈഡ്രജനും അങ്ങനെ ജലത്തിൻ്റെ കണികകളും എല്ലാം ചേർത്ത് വെച്ച് ഒരു അളവിൽ നിലനിർത്തിയിരിക്കണം. അതായത് ഏകദേശം 12 മുതൽ 15 കിലോമീറ്റർ ഹൈറ്റിലാണ് ട്രോപ്പോസ്ഫിയർ എന്ന സംഗതി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഏകദേശം 13 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ആവറേജ്. പോളാർ റീജിയനിലേക്ക്, ധ്രുവങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഊഷ്മാവ് കുറയും, -50 -60 പോകും. എന്നാൽ ഇക്വേറ്ററിൻ്റെ അവിടെ പോകുമ്പോൾ ആ ഇക്വേറ്ററിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വലിയ ഡെസേർട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ ഈ മണൽ പഴുത്ത് ചൂട് മൂലം +50-60 ഡിഗ്രി വരെ പോകാം. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രത്യേകത, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കുളിര് കൂടിക്കൊണ്ടിരിക്കും. അതായത് ഊഷ്മാവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ പ്രതലം, അതിൻ്റെ പേരാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവ് -200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. ഇവിടെ 13 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. മഴമേഘങ്ങൾ ഏകദേശം 1-1.5 കിലോമീറ്റർ മുകളിൽ വരെ പോകുള്ളൂ. അത് അതിൻ്റെ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ
ഒരളവിലെ ആണ് അതിനെ നിജപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കാറ്റടിച്ചാലേ ശക്തമായ പ്രഷർ വന്നാൽ മാത്രമേ അത് മുകളിലേക്ക് ഉയർന്ന് മഴയായി മാറി വരുന്നുള്ളൂ. മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മുകളിലുള്ള വളരെ കുറഞ്ഞ ഊഷ്മാവിലേക്ക് എത്തുമ്പോൾ അത് ഈ നീരാവി വെള്ളത്തുള്ളികളായി മാറുന്നു. അപ്പോൾ കാറ്റുണ്ടെങ്കിലേ ഈ പ്രഷർ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഈ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ -200, അതിൻ്റെ ഇടയിൽ ഓസോൺ പാളികളാണ് ദൈവം അവിടെ നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരം ഒരു പാളിയാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് അത്? ഓസോൺ പാളിയുടെ പ്രതിപ്രവർത്തനം എങ്ങനെയാണ്? സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വളരെ നമുക്ക് മാരകമായി തീരാവുന്ന രശ്മികളുണ്ട്. ആ രശ്മികളെല്ലാം ഓസോൺ പാളികളിലാണ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്. അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം നല്ല വെളിച്ചം, നല്ല നമുക്ക് താങ്ങാവുന്ന ചൂടും താങ്ങാവുന്ന രശ്മികളും മാത്രമേ ഭൂമിയിൽ വന്ന് പതിക്കുന്നുള്ളൂ. അത്രയും മനോഹരമായിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഒരു കൂട്, ഒരു ഗ്രീൻ ഹൗസ് പോലെ ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ മന്ദിരം. ഈ സ്ട്രാറ്റോസ്ഫിയറിന് മേലെ വീണ്ടും മിഡിൽ സ്ഫിയർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മെസോസ്ഫിയർ എന്നും വിളിക്കും. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, പിന്നെ തെർമോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മിഡിൽ സ്ഫിയറും -200, 250 ഡിഗ്രിയാണ്. പിന്നെ ഒരു അയനോസ്ഫിയർ ഉണ്ട്. അത് തെർമോസ്ഫിയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ റേഡിയോ വേവ്സ് അയനോസ്ഫിയറിൽ പോയി റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് റേഡിയോ തരംഗങ്ങൾ നമുക്ക് അതൊരു നന്മയായി തീരുന്നത്. നമ്മളിവിടെ റേഡിയോ പ്രക്ഷേപണം നടത്തുമ്പോൾ അമേരിക്കയിലെല്ലാം കിട്ടാനുള്ള കാരണം ഈ തരംഗങ്ങൾ പോയി അയനോസ്ഫിയർ വെച്ചെന്ന് തട്ടി തിരിച്ചു വരുന്നതാണ് ശാസ്ത്രീയ കണ്ടെത്തലുകൾ. ഇനി അതിന് മേലെ ഈ തെർമോസ്ഫിയർ എന്ന് പറയുന്ന ആ ഒരു പ്രതലം ഏകദേശം 1500 മേലെയാണ് അതിൻ്റെ ഊഷ്മാവ്. അതായത് +1500 ഡിഗ്രി നമുക്ക് അവിടെ ജീവിക്കാൻ അസാധ്യമാണ്. അതിന് മുകളിലായിട്ട് എക്സോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പ്രതിപ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കി കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ ഹീറ്റ് എനർജി എക്സോസ്ഫിയറിലും തെർമോസ്ഫിയറിലും കളക്ട് ചെയ്ത് വെക്കപ്പെടുന്നു, ശേഖരിച്ചു വെക്കുകയാണ്. ശേഖരിച്ചു വെച്ച് നമ്മുടെ ഭൂമിയുടെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കാനാണത്. നേരിട്ട് വരുവാണെങ്കിൽ നമ്മളൊക്കെ നിന്ന് കരിഞ്ഞു പോകും. അതിന് ഉദാഹരണമായിട്ട് എനിക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യമുണ്ട്. സൂര്യനിൽ നിന്ന് ഭൂമിയും ചന്ദ്രനും ഒരേ അകലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ചന്ദ്രനിലെ പകൽ ചൂട് എന്ന് പറയുന്നത് +130 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അതായത് 130 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. രാത്രി അന്ധകാരം അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യനിൽ നിന്ന് ആ ചന്ദ്രൻ്റെ ആ ഭാഗം മറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഊഷ്മാവ് കുറയും. ഏകദേശം -200 ഡിഗ്രിയിലേക്ക് എത്തും. അപ്പം നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്, ദൈവം മനുഷ്യനായി ഒരു മന്ദിരം സ്ഥാപിച്ചു. അവിടെയാണ് ഒരു ഗ്രീൻ ഹൗസ് പോലെ നമ്മളെല്ലാവരെയും, അതായത് നമ്മളെ എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവ മക്കളെ എല്ലാവരെയും, ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളെയും ദൈവം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂടാരമാണ്, ഒരു മന്ദിരമാണ്. ഇവിടെ ഒരു കാര്യം, ദൈവം ഒരു മന്ദിരമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ തുലാനുകളാണ് ജലത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി ഏകദേശം 1600 കിലോമീറ്റർ, 1700 കിലോമീറ്റർ സ്പീഡിലാണ് ഒരു മണിക്കൂറിൽ അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ സത്യത്തിൽ അവിടെ വലിയൊരു കാറ്റ്, എതിർക്കാറ്റ് വരേണ്ടതാണ്. അത്തരത്തിലൊരു എതിർക്കാറ്റ് വന്നാൽ നമ്മൾ വീണ് പോകും. പക്ഷേ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ മന്ദിരത്തിൽ, ആ മന്ദിരം മൊത്തം
ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഭൂമി കറങ്ങുന്നതിനൊപ്പം ഈ വിധാനം കറങ്ങുന്നു. അപ്പോൾ നമുക്ക് എതിർക്കാറ്റ് എന്ന് പറയുന്നൊരു സംഗതി വരുന്നില്ല. ചന്ദ്രനിൽ കാറ്റില്ല. ചന്ദ്രനിൽ സോളാർ വിൻഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വല്ലപ്പോഴും ഒരിക്കലേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാറ്റ് കടലിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ആ ചലനം കൊണ്ട് ഉത്ഭവിക്കപ്പെടുന്ന ആ ഒരു ശക്തി കൊണ്ടുണ്ടാകുന്ന കാറ്റാണ്. അപ്പോൾ ഈ മന്ദിരം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഇത് വലിയൊരു സുഖവാസ കേന്ദ്രമാണ്. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ മക്കൾക്ക് എവിടെ പോകാനുള്ള അവകാശമുണ്ട്. നമുക്കിപ്പോൾ ദക്ഷിണ ധ്രുവത്തിലേക്കോ ഉത്തര ധ്രുവത്തിലേക്കോ പോകണമെങ്കിൽ നമുക്ക് പോകാം. കാരണം ദൈവത്തിനെ അറിയാം. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുള്ള മക്കൾ AC വേണ്ടിടത്ത് AC-യും ഹീറ്റർ വേണ്ടിടത്ത് ഹീറ്റർ ഉപയോഗിച്ച് അവരവിടെയെല്ലാം ചെല്ലും. ഈ മന്ദിരത്തിൻ്റെ ഭൂമിക്ക് മാത്രം കിട്ടിയിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ്. അതായത് മനുഷ്യന് മാത്രമായി, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് മാത്രമായി ക്രമീകരിച്ച് വച്ചിരിക്കുന്ന ഒരു വിധാനമാണ്. ഈ പ്രപഞ്ചത്തിൽ വേറെ എവിടെയും ഇന്ന് വരെ ശാസ്ത്രീയമായിട്ട് ഇത്തരത്തിലൊരു മന്ദിരമുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഏവർക്കും അറിയാം, പല റോക്കറ്റുകളും പല ടെലിസ്കോപ്പുകളും എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ വാന നിരീക്ഷണം മാത്രമല്ല, ഇവിടെ നിർത്തിയിട്ടല്ല, അങ്ങ് ദൂരെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോടാനുകോടി കിലോമീറ്റർ അകലെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വീക്ഷിക്കുവാനും അതിൻ്റെ സിഗ്നൽസ് നമ്മൾ സ്വീകരിക്കുകയും, പിന്നെ പല മാഗസിനുകളിലും പല പേപ്പറുകളിലും നിങ്ങൾ വായിച്ചിരിക്കാം, ഭൂമിയെ പോലെ മറ്റൊരു ഗ്രഹത്തെ കണ്ടെത്തി. പക്ഷേ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഫാക്ട് ചെക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഭൂമിയെ പോലെ ഉരുണ്ടതാണ്, അത്രമാത്രമേ ഉള്ളൂ. പക്ഷെ മന്ദിരമില്ല. അവിടുത്തെ ഊഷ്മാവ്, അവിടുത്തെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് ഏകദേശം -200-300 ഡിഗ്രിയാണ്. എന്നാൽ ഭൂമിക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടൊരു ക്ലൈമറ്റാണ് ദൈവം, അതായത് ദൈവത്തിൻ്റെ മക്കൾക്കായി ദൈവം കരുതിയിരിക്കുന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വേറെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ മക്കളെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വലിയൊരു അതായത് ദൈനംദിനം നടക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ പറയുക. അതായത് കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ പേടകം പോയി അങ്ങ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തില്ല. അപ്പോൾ ഒത്തിരി ഇമേജുകൾ അയച്ചു തന്നു, ഫോട്ടോകൾ അയച്ചു തന്നു. അതിലെല്ലാം കണ്ട ഒരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അവിടെ മുഴുവനും ഗർത്തങ്ങളാണ്. 500-ഉം 100-ഉം 200-ഉം ചുറ്റളവുള്ള ഗർത്തങ്ങൾ. ഈ ഗർത്തങ്ങളെല്ലാം വളരെ ആഴമുള്ളതാണ്. ഈ ഗർത്തങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മറ്റൊരു വലിയ അത്ഭുതം ഭൂമിക്കായി ദൈവം ഈ ഭൂമിയുടെ പുറത്തോട്, അതായത് ഈ മന്ദിരത്തിൻ്റെ പുറന്തോടായ എക്സോസ്ഫിയറിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അത്രയും അവിടെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വലിയ വലിയ ഉൽക്കകളല്ല, വലിയ വലിയ പാറകൾ, ഏകദേശം കുട്ടിഗ്രഹങ്ങൾ ഇങ്ങനെ വഴിതെറ്റി അല്ലെങ്കിൽ ഈ ശൂന്യാകാശത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾ, കുട്ടിഗ്രഹങ്ങൾ, അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ പെടുകയും അത് പെട്ടെന്ന് അതിൻ്റെ ട്രാജക്ടറി, അതിൻ്റെ വഴി ഇങ്ങോട്ടായി മാറുകയും ചെയ്യും. അതിൻ്റെ പാത ഇങ്ങോട്ട് തിരിക്കുകയും വളരെ സ്പീഡിൽ ഭൂമിക്ക് നേരെ വരികയും, എന്നാൽ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞ ആ പ്രതലത്തിൽ വന്നാൽ അത് അവിടെ വെച്ച് ഇടിച്ച് പൊടിഞ്ഞു പോകുന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത്? കാരണം നമ്മുടെ ദൈവം സൃഷ്ടിച്ച ഈ മന്ദിരമാണ്
തൻ്റെ മക്കളെ സംരക്ഷിക്കാനായിട്ട് തീർത്ത ഒരു മന്ദിരം അവിടെയുണ്ട്. ആ മന്ദിരത്തിൻ്റെ പുറന്തോട്ടിലാണ് വന്നിടിച്ചിരിക്കുന്നത്. പൊട്ടിത്താറുന്ന ചിന്ന ഭിന്നമായി പോകും. എന്നാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ തലത്തിൽ തന്നെയാണ് അത് വീണ്ടും അത് ഒഴുകാൻ തുടങ്ങും. എക്സോസ്ഫിയർ എന്ന് പറയുന്ന ആ പ്രതലം ഏകദേശം 1500-2000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അത് അവിടെ നിന്ന് ഉരുകിപ്പോകും, ചൂടിൽ ഭസ്മം പോലെയാവും. രണ്ടാമത് തെർമോസ്ഫിയർ ക്രോസ് ചെയ്ത് സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോൾ ആറി തണുക്കുകയും, എന്നാൽ അതിൻ്റെ കോർ, അതിൻ്റെ നടുവിലായിട്ട് രൂപപ്പെടുന്ന ചെറിയ കട്ടകൾ ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞ് ട്രോപ്പോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ ഓക്സിജനുമായി കൂടിച്ചേർന്ന് തീ പിടിക്കുന്നു. അങ്ങനെ നമുക്ക് വലിയൊരു നല്ല വിസ്മയമാകുന്ന കാഴ്ച കാണാം. അതിൻ്റെ പേരാണ് ഉൽക്കകൾ അഥവാ ഷൂട്ടിംഗ് സ്റ്റാർ. കണ്ടോ ദൈവം എത്ര മനോഹരമായിട്ട് വലിയ ആക്ച്വലി ഇത് നേരെ വരികയാണെങ്കിൽ ഒരു വലിയ വിപത്തായി മാറുന്നതാണ്. പക്ഷെ ആ വിപത്തിൽ നിന്ന് ദൈവം തൻ്റെ മന്ദിരത്തിൻ്റെ പുറന്തോട്ട് കൊണ്ടാണ് എല്ലാ ദിവസവും ഓരോന്ന് വീഴുന്നുണ്ട് കേട്ടോ, മറക്കരുത്. അത് ചന്ദ്രനിലെ കണക്കെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ചന്ദ്രനിലെ മിക്ക ദിവസം വന്ന് ഇടിച്ചിറങ്ങുന്നതാണ്. കാരണം അവിടെ അത്തരത്തിലൊരു മന്ദിരമില്ല. അപ്പോൾ മന്ദിരമില്ലാത്ത കാരണം ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ നേരെ അവിടെ ചെന്ന് ഇടിച്ചിറങ്ങുകയാണ്. അപ്പം അങ്ങനെയാണ് ഈ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിലൊരു പഠന രീതിയല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അവർ സയൻറ്റിഫിക് എന്ന് പറയുകയും പക്ഷേ ബിഗ് ബാങ് എന്ന പോളിസികളെല്ലാം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ എവല്യൂഷൻ തിയറി. ബിഗ് ബാങ്കിലെ ഇറ്റ്സ് ഓൺലി എ തിയറി, അതൊരു തിയറി മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ ഒന്നും അങ്ങനെ ഒരു സംഭവം അവർ ഇതുവരെയായിട്ടും അതിൻ്റെ സത്യാവസ്ഥ അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ബൈബിളിൽ തുറന്നു നോക്കുമ്പോൾ ഉൽപ്പത്തി 1-ാമത്തെ പുസ്തകത്തിൽ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മഹത്വം, ആ നന്മ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം ഇത്തരത്തിലൊരു ഗ്രീൻ ഹൗസ്, ഒരു മന്ദിരം സൃഷ്ടിക്കുകയും അതിലാണ് നമ്മളെ കുടിയിരുത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഭൂമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടെലിസ്കോപ്പും എല്ലാമായിട്ട് നമ്മുടെ ശാസ്ത്രജ്ഞർ വളരെ അകലങ്ങളിലേക്ക് പോയി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ ഭൂമിയെ പോലെ ഒരു നിധി കൂമ്പാരമായ എല്ലാം നിധികളാണ്. ഇവിടെ എല്ലാം നിധിയാണ്. നമ്മൾ വലിക്കുന്ന ശ്വാസം, ഓക്സിജൻ വരെ നമുക്കൊരു നിധിയാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ നിധികളുടെ ഒരു ശേഖരനാണ്. വളരെ മഹനീയമായ അല്ലെങ്കിൽ മനോഹരമായ ഒരു, നമ്മൾ പുറത്തു നിന്ന് ഭൂമിയെ നോക്കിക്കാണുമ്പോഴാണ് അതിൻ്റെ മനോഹരത മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വേറൊരു സംഗതിയും കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത അവസരത്തിൽ ഈ സോളാർ വിൻഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സോളാർ വിൻഡ്, അതായത് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ നാസയിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലായി. സൂര്യനിൽ നിന്ന് ഒരു സംഗതി പൊട്ടിത്തെറിച്ച് പോരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒത്തിരി അധികം ഭയപ്പെട്ടു. പക്ഷേ ആ പൊട്ടിത്തെറിച്ച് വന്ന ആ സൂര്യനിലെ ആ പ്ലാസ്മ, അതായത് ഒരു തീ കുണ്ടമാണ്, തീയുടെ ഒരു വലിയൊരു ശേഖരമാണ്. അത് ഒരു വോൾക്കാനോ എറപ്റ്റ് ചെയ്ത പോലെ ആണ് ആ സംഗതി പുറത്തേക്ക് ഈ ശൂന്യാകാശത്തിലേക്ക് കടന്നു വരുന്നതും. അത് ഏകദേശം അവർ പറഞ്ഞത് ഭൂമിയെ നശിപ്പിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു സംഗതിയാണ് അവിടെ നിന്ന് വരുന്നത്. മാത്രമല്ല അത് നേരെ വീണാൽ നമ്മളെല്ലാം ഭസ്മമായി പോകും. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, അതായത് ഇൻ്റർനെറ്റിനെയും എല്ലാം ഇലക്ട്രോണിക് സിസ്റ്റത്തെയും അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ സത്യത്തിൽ ഈ പ്ലാസ്മ ഭൂമിയിൽ വന്നു അത് സാധാരണ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൽപ്പെട്ട് അത് നേരെ ഇങ്ങോട്ട് വന്ന് ഭൂമിയുടെ
ധ്രുവ പ്രദേശത്തിലേക്കാണ് അത് ആകർഷിക്കപ്പെട്ടു പോകുന്നത്. അവിടെ വരുമ്പോൾ അത് വളരെ വർണ്ണശബളമായ, അതായത് നീല നിറത്തിൽ അവിടെ കത്തി അമരുന്നു. അതും എക്സോസ്ഫിയറിലാണ്. എക്സോസ്ഫിയറിൻ്റെ മേലെ അത് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഒഴുകിപ്പോകുന്ന പോലെ അതങ്ങോട്ട് പടർന്ന് ഒരു നീല ഫ്ലെയിമിൽ കത്തി അമർന്നു പോകും. അതിൻ്റെ പേരാണ് അറോറ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറോറ. വേറെ ഒന്നും അവിടെ സംഭവിച്ചില്ല. അത്തരത്തിലൊരു സംഗതി ഈ അടുത്ത് നടന്നപ്പോൾ 2 പെൺകുട്ടികൾ, ഈ ധ്രുവപ്രദേശ മേഖലയിലെ 2 പെൺകുട്ടികൾ ഈ വെളിച്ചത്തെ അവർ ക്യാമറയിൽ പകർത്തി. നല്ല മനോഹരമായ നീല നിറത്തിലൊരു, അങ്ങനെയും ദൈവം, നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണല്ലോ നമ്മൾ. നമുക്ക് നല്ല കാഴ്ചയ്ക്ക് നല്ല വിസ്മയമായി തീരാവുന്ന വിധത്തിലെ പുൽക്കൾ വന്ന് വീഴുന്നു, ഇത്തരം സംഗതികൾ വരുന്നു. അങ്ങനെയാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്. ദൈവം എത്രയോ മനോഹരമായിട്ടാണ് സംഗതികൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ വരുന്നത്, നമുക്ക് ജലമുണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന ജലമുണ്ട്. അത് വലിയൊരു ഔഷധമാണ്. ഒപ്പം തന്നെ നമ്മൾ പകൽ പുറത്ത് കാണുന്നത് എന്താണ്? ഈ ജലം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിധാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞൊരു വിധാനമാണ് നമ്മുടെ ഈ ആകാശം. അങ്ങനെ ഈ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ ഇന്ന് ഈ സമയം നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.